എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടെൻഡർ ജയിച്ചു എന്നറിയുമ്പോൾ മിത്രയുടെ ഫാദർ പ്രിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാകുന്നു. ഇവിടെ തങ്ങൾ ടെൻഡർ തോറ്റു എന്നറിഞ്ഞ് മിസ്റ്റർ തവിയും പ്രിന്റെ ഫാദറും ഒരുപാട് ഷോക്കിലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം പ്രിന്നാണ്. എന്റെ പ്ലാൻസ് എല്ലാം കുളമായത് പ്രിൻ കാരണമാ. അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പ്രിൻ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്തുണ്ടാകില്ല എന്ന് മിസ്റ്റർ തവി പറയുന്നു. ഇത് കേട്ട് പ്രിന്റെ ഡാഡ് ആകെ ഷോക്കാകുന്നുണ്ട്. പ്രിൻ തന്റെ മകനാണെന്ന് മിസ്റ്റർ തവിയോട് അദ്ദേഹത്തിന് പറയാനും പറ്റുന്നില്ല. വെളിയിൽ വന്ന ശേഷം പ്രിന്റെ ഡാഡ് അവനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മിസ്റ്റർ തവിയെ കുറിച്ച് വോൺ ചെയ്യാൻ. പക്ഷെ പ്രിന്നാകട്ടെ അദ്ദേഹത്തിന്റെ കോൾ ആൻസർ ചെയ്യുന്നില്ല. ഈ സീനിൽ പ്രിൻ മിത്രയും കൂട്ടി ഒരു ലൊക്കേഷൻ കാണാൻ വരുന്നു. ഈ പ്ലേസിൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു ചെറിയ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. റിസോർട്ടിന്റെ പേര് പരിന്ത. മിത്രയുടെയും പ്രിന്റേയും പേര് വെച്ചിട്ടാണ് ഈ നെയിം ചൂസ് ചെയ്തിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമായോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമായെന്ന് അവൾ പറയുന്നു. താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മിത്ര പ്രിന്നോട് പറയാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും മിസ്റ്റർ തവിയുടെ ഗുണ്ടകൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. പ്രിന്നും മിത്രയും രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. ഈ ചേസിംഗിന്റെ ഇടയ്ക്ക് മിത്ര രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രിന്ന് ബുള്ളറ്റ് കൊള്ളുന്നു. അപ്പോഴേക്കും ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകളും അവിടേക്ക് വരുന്നു. ഇത് കാരണം ആ ഗുണ്ടകൾ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിൻ ഹോസ്പിറ്റലിലാണ്. മിത്ര ഒരുപാട് ടെൻഷനിൽ വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മിത്രയ്ക്ക് തല ഇറങ്ങുന്നു. ഡോക്ടേഴ്സ് വന്ന് അവളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബോധം വരുമ്പോൾ മിത്ര പ്രിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി നീ എവിടെയും പോകരുത്. നമ്മുടെ കുട്ടികൾക്ക് നിന്റെ ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ ആവശ്യമുണ്ട്. പ്ലീസ് പ്രിൻ, ഇങ്ങനെ കിടക്കാതെ നീ വേഗം കണ്ണുറക്കാൻ പറഞ്ഞ് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവളുടെ പേരൻസ് ഒരുപാട് ഷോക്കാകുന്നു. നെക്സ്റ്റ് സീനിൽ മിത്ര എല്ലാ സത്യങ്ങളും അവളുടെ പേരൻസിനോട് പറയുന്നു. നിക്കും റീനയും ആണ്ടുവേയുടെ മക്കളല്ല, എന്റെയും പ്രിന്റെയും മക്കളാണ്. പ്രിന്റ് മറ്റൊരു ബേബിയുമായി ഞാൻ പ്രഗ്നന്റ് ആണെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് പേരൻസ് ഷോക്കാകുന്നുണ്ടെങ്കിലും മിത്രയൊന്നും പറയുന്നില്ല. കാരണം നിക്കും റീനയും ഉണ്ടാകാൻ കാരണം മിത്രയുടെ മിസ്റ്റേക്ക് അല്ല, പാമിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അവർക്കറിയായിരുന്നു. അതേസമയം ഇവിടെ മിസ്റ്റർ തവി തന്റെ ഗുണ്ടകളോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ശ്രമിച്ചിട്ടും പ്രിന്നെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേന്ന് ചോദിച്ച് ആ ഗുണ്ടകളെ അടിക്കുന്നു. മിത്ര പ്രിന്റെ അടുത്ത് വന്ന് ഞാൻ പ്രിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. എനിക്കും കുട്ടികൾക്ക് വേണ്ടി പ്രിൻ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് അവനോട് നേരിട്ട് നന്ദി പറയണമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ പ്രിന് ബോധം വരുമ്പോൾ മിത്ര ഒരുപാട് ഹാപ്പിയാകുന്നു. മിത്ര നീ ഓക്കെ അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ബേബി ഓക്കെയാണെന്ന് അവൾ പറയുന്നു. എന്താ നിക്കും റീനയും ഇവിടെ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിക്കിനെ റീനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണ്, നമുക്ക് ഒരു ബേബി കൂടി ഉണ്ടാകാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് പ്രിൻ ഒരുപാട് ഹാപ്പിയാകുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് മിത്ര പ്രിന്നോട് ഐ ലവ് യു എന്ന് പറയുന്നു. ഈ സീനിൽ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് പ്രിന്റെ ഡാഡിനെ കാണാൻ വരുന്നു. താങ്കൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. കാരണം പ്രിന്നെ ഷൂട്ട് ചെയ്ത ആള് പറഞ്ഞത് പ്രിന്നെ കൊല്ലാനായി അവർക്ക് ഓർഡർ കൊടുത്ത താങ്കളാണെന്നാണ്. സോ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ താങ്കൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പോലീസ് പറയുന്നു. ഇത് കേട്ട് പ്രിന്റെ ഡാഡാകട്ടെ ഒരുപാട് ഷോക്കാകുന്നുണ്ട്. പ്രിൻ ഓക്കെ അല്ലേ? പ്രിൻ എൻ്റെ സ്വന്തം മകനാണ്. എൻ്റെ സ്വന്തം മകനെ കൊല്ലാനായി ഞാൻ ഒരിക്കലും പറയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് ചെന്നും മദറും ഒരുപാട് ഷോക്കാകുന്നുണ്ട്. ചെന്റെ മദർ ഡാഡിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിങ്ങൾ എപ്പോഴും പ്രിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണെന്ന്. നിങ്ങൾ ചെന്നേക്കാളും കൂടുതൽ സ്നേഹിച്ചത് പ്രിന്നെയാണെന്ന് അവർ പറയുന്നു. ഡാഡിനെ കൂട്ടി പോലീസ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഡാഡ് താങ്കൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ന് ചെൻ ചോദിക്കുന്നുണ്ട്. ഐ ആം സോറി എന്ന് പറഞ്ഞ് ഡാഡ് അവരുടെ കൂടെ പോകുന്നു. ഹോസ്പിറ്റലിൽ എല്ലാവരും വളരെ ഹാപ്പിയിലായിരുന്നു. കാരണം നിക്കും റീനയും പ്രിന്റെ മക്കളാണെന്ന് അറിഞ്ഞിട്ടും പ്രിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മിത്രയുടെ ഡാഡ് തയ്യാറായിരുന്നു. മിത്രയുടെ ഡാഡ് അവരോട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് വേണ്ടി ഇങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് അവരുടെ മദറും ഫാദറും വേണം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഓക്കെ ആകൂ. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ ശേഷം നിങ്ങളുടെ മാരേജിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡാഡ് അവിടുന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഒരുപാട് ഹാപ്പിയാകുന്നു, എസ്പെഷ്യലി മിത്രയും പ്രിന്നും. ഈ സീനിൽ പ്രിന്നെ കാണാനായി നിക്കും റീനയും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. മിത്ര അവരോട് നിക്ക് റീന നിങ്ങൾക്ക് പ്രിന്നെ ഒരുപാട് ഇഷ്ടമല്ലേന്ന് ചോദിക്കുന്നു. അതേന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. പ്രിൻ കുട്ടികളോട്
നിങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നിങ്ങളുടെ പ്രിൻസ് ആകണമെന്നും മിത്ര പ്രിൻസസ് ആകണമെന്നും? ഞാൻ നിങ്ങളുടെ പ്രിൻസ് അല്ല, പകരം ഡാഡാണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മിത്ര ഞങ്ങളുടെ മോം അല്ലേന്ന് കുട്ടികൾ ചോദിക്കുന്നു. ഇത് കേട്ട് മിത്ര ഒരുപാട് ഇമോഷണലാകുന്നു. കാരണം തന്റെ സ്വന്തം കുട്ടികള് ആദ്യമായിട്ടാണ് അവളെ മോംന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ മോംന്ന് വിളിക്കുമെന്ന് മിത്ര ചോദിക്കുമ്പോൾ അപ്പോൾ മോം വെയ്യോന്ന് കുട്ടികൾ ചോദിക്കുന്നു. ആണ്ട് വേ എപ്പോഴും നിങ്ങളുടെ മോമായിരിക്കും. സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ലക്കിയാണ്. നിങ്ങളുടെ പക്കൽ 2 മോംസ് ഉണ്ട്. ഒരാൾ നിങ്ങൾക്ക് ജന്മം നൽകിയത്, മറ്റേയാൾ നിങ്ങളെ വളർത്തിയെന്ന് അവൾ പറയുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രിന്റെ ഡാഡ് പോലീസിനോട് പറയുന്നുണ്ട് പ്രിന്നെ കൊല്ലാൻ ഓർഡർ കൊടുത്തത് ഞാനല്ല, മിസ്റ്റർ തവയായിരിക്കുമെന്ന്. മിത്രയും പ്രിന്നും ഹോസ്പിറ്റലിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിൻ മിത്രയോട് താങ്ക്സ് പറയുന്നുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റാണ് നിക്കും റീനയും. അവരെനിക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൻ പറയുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിന്നെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നിക്കിനെ റീനയും അവരുടെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവർ എൻ്റെ കൺമുന്നിലാണ് വളർന്നത്. പക്ഷേ അവർ എൻ്റെ സ്വന്തം മക്കളാണെന്ന് മാത്രം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിന്നെയും നമ്മുടെ കുട്ടികളെയും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ഞാൻ ഗോഡിനോട് ഒരുപാട് നന്ദി പറയുന്നു എന്ന് അവൻ പറയുന്നു. എൻ്റെ ഡെസ്റ്റിനിന്നും നിന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവളും പറയുന്നു. ഈ സീനിൽ പ്രിന്റെ മദർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ പ്രിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടേക്ക് ചെന്റെ മദർ വരുന്നു. എന്നിട്ട് പ്രിന്റെ മദറിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഹസ്ബൻഡ് മിസ്ട്രസ് അല്ലേ. അപ്പോൾ അവിടേക്ക് പ്രിന്റെ ഫാദർ വരുന്നു. എന്നിട്ട് ഇടയ്ക്ക് കയറി രണ്ടുപേരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചെന്റെ മദർ ആകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. നിർത്താൻ ഒരു ഉദ്ദേശവുമില്ല. ലാസ്റ്റ് പ്രിന്റെ ഫാദർ അവരെ പുഷ് ചെയ്യുന്നുണ്ട്. അതോടെ ആകുമ്പോൾ ചെന്റെ മദർ ഫുൾ വയലന്റ് ആകുന്നു. പ്രിൻ അവരോട് പ്ലീസ് നിങ്ങൾ എൻ്റെ മദറിനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് നിർത്തൂ. നമുക്കിടയിൽ ഒരു റിലേഷനും ഇല്ല. നിങ്ങൾ ഇവിടുന്ന് പോകാൻ അവൻ പറയുന്നുണ്ട്. നമുക്കിടയിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ സിരിമൻഡറിൽ വർക്ക് ചെയ്യാൻ വന്നത്? നീ സത്യത്തിൽ സിരിമൻഡർ സ്വന്തമാക്കാൻ ശ്രമിക്കല്ലേ എന്ന് മദർ ചോദിക്കുന്നു. മതി, ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തുന്ന ബെറ്റർ. പ്രിൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സിരിമൻഡറിൽ വർക്ക് ചെയ്യാൻ വന്നത്. ഞാനാണ് പ്രിന്നെ ഫോഴ്സ് ചെയ്ത് സിരിമൻഡറിലേക്ക് കൊണ്ടുവന്നത്. അതും ചെന്നെ ജോബ് പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഡാഡ് പറയുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് താങ്കൾ എന്താ എന്നെക്കാളും കൂടുതൽ പ്രിന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ഇന്ന് കാര്യം മനസ്സിലായി. സിരിമൻഡർ ഗ്രൂപ്പ് എനിക്ക് തരാൻ താങ്കളുടെ മനസ്സിൽ ഒരിക്കലും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതെന്നും പ്രിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു താങ്കൾ പ്ലാൻ ചെയ്തിരുന്നെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പ്രിൻ ദേഷ്യത്തിൽ ഈ മനുഷ്യൻ ഒരിക്കലും എന്നെക്കുറിച്ചോ എൻ്റെ മദറിനെ കുറിച്ചോ കെയർ ചെയ്തിട്ടില്ല. ഇദ്ദേഹം കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് മാത്രമാണ്. എന്നെ സിരിമൻഡറിലേക്ക് കൊണ്ടുവന്നത് നിന്നെ ജോബ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ സിരിമൻഡർ ഗ്രൂപ്പ് നീ നന്നായി നോക്കി നടത്താൻ വേണ്ടി. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇദ്ദേഹം ഒരുപാട് സെൽഫിഷാണ്. സ്വന്തം കാര്യം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും എൻ്റെ ഫാദറെ കണ്ടിട്ടില്ല എന്ന് പ്രിൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഫാദർ ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ മിത്രയും ഫാമിലിയും അവിടേക്ക് വരുന്നു. പ്രിന്നെ കാണുമ്പോൾ ഡാഡ് എന്ന് പറഞ്ഞ് നിക്കും റീനയും ഓടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് പ്രിന്റെ ഫാദർ വീണ്ടും ഷോക്കാകുന്നു. ഇവർ രണ്ടുപേരും നിന്റെ മക്കളാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മിത്രയുടെ പേരൻസ് ഇത് കേട്ട് ഒരുപാട് ഷോക്കാകുന്നു. തൻ്റെ ഏറ്റവും വലിയ എനിമിയുടെ മകനാണ് പ്രിന്നെന്നറിഞ്ഞ് മിത്രയും പേരൻസും വെളിയിൽ നിന്ന് സംസാരിക്കുകയാണ്. മിത്രയുടെ ഡാഡ് പ്രിന്നുമായുള്ള നിന്റെ മാരേജ് ഇനി ഒരിക്കൽ നടക്കില്ല. എൻ്റെ എല്ലാ ഗ്രാൻഡ് ചിൽഡ്രൻസിനെയും ഞാൻ നോക്കി വളർത്തിക്കൊള്ളാം എന്ന് ഡാഡ് പറയുന്നു. പ്രിൻ നമ്മളോട് ഈ കാര്യം പറയാതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ കാണാം. ഞാൻ പ്രിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മിത്രയും പറയുന്നു. പക്ഷെ ഡാഡ് ആകട്ടെ ഒന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നിന്റെ ഗ്രാൻഡ് ഫാദർ മരിക്കാൻ കാരണം പ്രിന്റെ ഫാദറാണ്. അങ്ങനെ ഒരാളുടെ മകനെ നീ മാരി ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഡാഡ് പറയുന്നു. മിത്രയാകട്ടെ ഒരുപാട് സാഡും. മിത്ര പ്രിന്റെ അടുത്ത് വന്ന് ചെന്റെ ഫാദർ നിന്റെ ഫാദറാണെന്ന കാര്യം നീ എന്താ എന്നോട് പറയരുതെന്ന് ചോദിക്കുന്നു. പ്രിൻ മിത്രയെ ഹഗ് ചെയ്ത് സോറി പറയുന്നുണ്ട്. നിന്നോടും നിന്റെ ഫാമിലിയോടും ഈ കാര്യം ഹൈഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുന്നേ എല്ലാവരും ഈ കാര്യം അറിഞ്ഞു എന്ന് അവൻ പറയുന്നു. ഡാഡ് ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. നമ്മുടെ മാരേജിന് ഡാഡ് ഇനി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്.
നീ വറിയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. എനിക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി നീ സ്ട്രോങ് ആയിരിക്കണം എന്ന് അവൻ പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ നിന്നെക്കുറിച്ച് ആലോചിച്ച. നിന്റെ ഹെൽത്ത് ഇതൊരു ഓക്കെ ആയിട്ടില്ല എന്ന് മിത്ര പറയുമ്പോൾ നീ പ്രിന്റിനെ കുറിച്ച് ആലോചിച്ച് വറിയേണ്ട, ഞാൻ പ്രിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്യാമെന്ന് മദർ പറയുന്നു. താങ്ക്സ് ആൻറ്റി എന്ന് അവൾ പറയുമ്പോൾ ആൻറ്റി എന്നല്ല പ്രിൻ വിളിക്കുന്ന പോലെ നീ ഇനി മുതൽ എന്നെ മദർന്ന് വിളിച്ചാൽ മതി. ഞാൻ സത്യത്തിൽ പ്രിൻസ് സ്നേഹിക്കുന്നത് നിന്നെയാണ് അറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ഹാപ്പിയിലാണെന്ന് മദർ പറയുന്നുണ്ട്. ഈ സീനിൽ പ്രിന്റെ മദറും ഡാഡും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് നാളത്തേക്ക് പ്രിന്നെയും കൂട്ടി ഫോറിനിലേക്ക് തിരിച്ചു പോകൂ. കാരണം ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഒരുപാട് മോശമാണ്. ചെന്റെ മദറിനെ കാമാക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് ഡാഡ് പറയുന്നു. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞാനും പ്രിന്നും എല്ലാവരുടെയും കണ്ണീന്ന് ഒളിച്ചു താമസിക്കണം എന്നാണോ? എൻ്റെ ഈ ജീവിതത്തിൻ്റെ പകുതി കൂടുതൽ ടൈം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാ. പക്ഷെ ഇനിയുള്ള സമയം എൻ്റെ മകൻ്റെയും അവൻ്റെ മക്കളുടെയും കൂടെ ഒരു സിമ്പിൾ ലൈഫ് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൻ ആകെ ആഗ്രഹിച്ചത് അവൻ്റെ ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. പക്ഷെ നിങ്ങൾ കാരണം അത് നടക്കുന്നില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോകൂ. ഇനി മുതൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ സത്യത്തിൽ പ്രിന്നെ സ്വന്തം മകനായി കാണുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഒരിക്കലെങ്കിലും ഒരു ഫാദറിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോകുന്നു. ഇവിടെ പ്രിൻ അവന്റെ മദറിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരുന്നു. ഇനി മുതൽ മറ്റൊരു രാജ്യത്ത് പോയിട്ട് എല്ലാവരെയും നിന്നും ഒളിച്ചു താമസിക്കേണ്ട ആവശ്യം മദറിനില്ല. എന്റെ കൂടെ ഇവിടെ താമസിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ഇവിടെ മിത്രയുടെ ഡാഡ് പഴയ കാര്യങ്ങളെല്ലാം മിത്രയോട് പറയുന്നു. എന്റെ ഫാദറും ചെന്റെ മദറിന്റെ ഫാദറും ഒരുമിച്ചാണ് സിരിമന്ത ഗ്രൂപ്പ് തുടങ്ങിയത്. അവർ രണ്ടുപേരും ഒരുപോലെ കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് ഇത്രയും വളർത്തിയത്. പക്ഷെ ബിസിനസ്സെല്ലാം നന്നായ ശേഷം ചെന്റെ ഗ്രാൻഡ് ഡാഡ് എന്റെ ഡാഡിനെ ബിസിനസ്സിന് പുറത്താക്കി. സിരിമന്ത ഗ്രൂപ്പ് സ്വന്തം മകളുടെ മരുമകന്റെ പേരിൽ അദ്ദേഹം എഴുതി കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ പക്കൽ സിരിമന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദുഃഖത്തിലാണ് എൻ്റെ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ചെന്റെ ഫാദർ ആണെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഡാഡ് പ്രിൻ ഒരിക്കലും അവന്റെ ഡാഡിനെ പോലെ അല്ലാന്ന് മിത്ര പറയുമ്പോൾ മതി, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഡാഡ് പറയുന്നു. ഈ സീനിൽ തന്റെ പേരൻസ് അറിയാതെ മിത്ര പ്രിന്നെ കാണാൻ വരുന്നു. അവളെ കണ്ട് അവൻ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. നിന്നെയും നമ്മുടെ മക്കളെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് അവൻ പറയുന്നു. ഒരുമിച്ച് അവർ കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നു. ടെൻഡർ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മിസ്റ്റർ തവി പാമിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. പാം അവളുടെ മദറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരായ ആളുകളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്ക് എന്തായാലും അവരോട് പ്രതികാരം ചെയ്യണം. ഞാൻ അനുഭവിച്ച ഈ വേദനയുടെ ഇരട്ടി വേദന അവരെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുമെന്ന് അവൾ പറയുന്നു. ഈ സീനിൽ പ്രിന്റെ ഫാദർ സിരിമന്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തന്റെ വൈഫ് സിരിമന്തയിൽ നിന്ന് തന്നെ പുറത്താക്കിയ കാര്യം അദ്ദേഹം അറിയുന്നുണ്ട്. തന്റെ വൈഫിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം തന്നു, പണം തന്നു, പവർ തന്നു, പക്ഷെ നിങ്ങൾ തിരിച്ചെനിക്ക് തന്നതോ ചതി മാത്രമാണ്. ഇനി മുതൽ എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് അവർ പറയുന്നു. അപ്പോഴേക്കും ചെന്നു അവിടെ കൂടി വരുന്നുണ്ട്. എൻ്റെ മദറിനെ ഇത്രയും ഹർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങൾ പോയി നിങ്ങളുടെ മറ്റേ ഫാമിലിയുടെ കൂടെ ജീവിക്കൂ, അവരെ കെയർ ചെയ്യൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ ചെൻ അദ്ദേഹത്തോട് പറയുന്നു. ചെന്റെ ഫാദർ ഒരുപാട് സാഡായി വെളിയിലേക്ക് വരുന്നുണ്ട്. അവസാനം രണ്ട് വൈഫും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. തന്റെ ഭാര്യയോ മക്കളോ തന്റെ കൂടെ ഇല്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. രാത്രിയാകുമ്പോൾ ചെന്നൊരു ക്ലബിൽ പോയി ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നു. എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഡാഡ് അവനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. പ്ലീസ് മദർ, ഇദ്ദേഹത്തോട് ഇവിടുന്ന് പോകാൻ പറ. പോയി ഇദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസവും ഇഷ്ടമുള്ള മകന്റെ കൂടെ ജീവിക്കാൻ പറ. എനിക്ക് ഇദ്ദേഹത്തെ കാണണ്ട. ഐ ഹേറ്റ് യു. നിങ്ങൾ കേട്ടില്ലേ, എനിക്ക് നിങ്ങളെ വെറുപ്പാണെന്ന് പറഞ്ഞ് ചെൻ അവിടുന്ന് പോകുന്നു. ചെന്റെ ഫാദർ തന്റെ വൈഫിനോട് സോറി പറയുന്നു. നിന്നോടും ചെന്നോടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ ആം റിയലി സോറി എന്ന് അദ്ദേഹം പറയുന്നു. ഈ സീനിൽ നീക്കും റീനയും മിത്രയെടുത്ത് വന്ന് ഡാഡ് എന്താ നമ്മളെ കാണാൻ വരാത്തത്, ഡാഡ് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുന്നു. ഡാഡ് ഒരിക്കലും നിങ്ങളെ കാണാൻ വരില്ല. കാരണം ഇവിടെ പ്രിൻസിനെയും പ്രിൻസസിനെയും മീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു റൂഡ് രാജാവുണ്ടെന്ന് അവൾ പറയുന്നു. ആ രാജാവ് ആരാ, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് നിക്ക് പറയുന്നു. ഇതെല്ലാം കേട്ട് മിത്രയുടെ ഫാദർ വാസ് ലൈക്ക്, ഇവർ ഈ റൂഡെന്ന് പറയുന്നത് എന്നെയാണോ ചിന്തിക്കുന്നു. എന്തായാലും മിത്രയുടെ ഫുൾ ഫാമിലിയും ഒരുമിച്ച് ഒരുപാട് നല്ല മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അതേസമയം ഇവിടെ ഞാൻ തൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്ത ശേഷം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. കുറച്ച് ഗുണ്ടകൾ വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ടൈമിൽ നായെ കാണാനായി ചെന്ന അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം കണ്ട് അവൻ ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ലാസ്റ്റ് നായുടെ കൂടെ ചെന്നൈയും അവർ കിഡ്നാപ്പ് ചെയ്യുന്നു. ഇവിടെ നായുടെ ഫാദർ ആകട്ടെ അവളെ കാണാതെ ഒരുപാട് ടെൻഷനിലാകുന്നുണ്ട്. അവളെ ഒരുപാട് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ കോൾ ആൻസർ ചെയ്യുന്നുമില്ല. ലാസ്റ്റ് അദ്ദേഹം മിത്രയെ കോൾ ചെയ്യുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടോ? ഇന്ന് എന്നെ മീറ്റ് ചെയ്യാൻ വരാമെന്ന് അവൾ എന്നോട് പ്രോമിസ് ചെയ്താണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. കോൾ ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മിത്ര പ്രിന്നെ കോൾ ചെയ്യുന്നു. നീ എന്താ എന്നെ മിസ് ചെയ്തു എന്ന് അവൻ ചോദിക്കുമ്പോൾ റൊമാൻസ് ഒക്കെ പിന്നെ ഞാനിപ്പോൾ കോൾ ചെയ്ത് നിനക്ക് നായുടെ ഷോപ്പിൽ വരാൻ പറ്റൂ? ഞാൻ അവളെ ഒരുപാട് കോൾ ചെയ്തു, കിട്ടുന്നില്ല. സോ ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ നായയും ചെന്നൈയും ഒരു ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ബോധം വരുമ്പോൾ ഞാൻ ചെന്നൈ വിളിച്ചുണർത്തുന്നുണ്ട്. നീ ഇന്നൊരു പേടിയില്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലേ? അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൾ പറയുന്നു. എനിക്കിപ്പോൾ ലൈഫിൽ ഒന്നിനെയും പേടിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യാനോ എന്നെ സ്നേഹിക്കുന്നതോ ആയിട്ടുള്ള ഒരാളും ഈ ലോകത്തില്ല. ആർക്കും എന്നെ വേണ്ടാന്ന് ചെൻ പറയുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത്? ഇതുപോലെ സ്റ്റുപ്പിഡായി സംസാരിക്കാതിരിക്കാൻ അവൾ പറയുന്നു. ഈ സീനിൽ നായ അന്വേഷിച്ച് എല്ലാവരും അവളുടെ ഷോപ്പിന് ഫ്രണ്ടിലേക്ക് വരുന്നു. അവിടെ ചെന്റെ കാറും തറയില് നായയുടെ ബാഗും മറ്റും കിടക്കുന്ന കാണുമ്പോൾ നായയും ചെന്നൈയും ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നായയെ കിഡ്നാപ്പ് ചെയ്ത് മിസ്റ്റർ തവിയായിരുന്നു. നായയുടെ പേരൻസ് അവളുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ പ്ലേസിലേക്ക് വരുന്നു. ഇവിടെ നായയുടെ ഫാദർ ഒരുപാട് കാശൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫണ്ണി പേഴ്സണാണ്. ഒരുപാട് ഫണ്ണി സീൻസ് ഇവിടെ കാണാൻ പറ്റും. മിസ്റ്റർ തവി നായയെ കിഡ്നാപ്പ് ചെയ്യാൻ കാരണം പാമിന്റെയും തന്റെയും വൈറലായ ആ വീഡിയോ ക്ലിപ്പ് തന്റെ വൈഫിനെ കൊടുത്തത് നായാണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നായയെ കിഡ്നാപ്പ് ചെയ്യുന്നത്. പ്രിന്നും മറ്റുള്ളവർ അവിടേക്ക് വന്ന് ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴേക്ക് മിസ്റ്റർ തവി അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നായയുടെ ഫാദർ കാണുകയും ചെയ്യുന്നു. ഫൈറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നായും ചെന്നും പരസ്പരം നോക്കി സ്മൈൽ ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കുന്ന നായയുടെ ഫാദർ എന്റെ മകളുടെ കൂടെ ഇവൻ ആരാന്ന രീതിയിൽ ചെന്നെ നോക്കുന്നുണ്ട്. ചെൻ അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രിൻ അവനെ തടയുന്നു. തന്നെ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞ ശേഷം ചെൻ അവിടുന്ന് പോകുന്നുണ്ട്. നീ ഓക്കെ അല്ലേന്ന് മിത്ര ചോദിക്കുമ്പോൾ നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഓക്കെയാണ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പ്രിന്നും പറയുന്നു. പ്രിന്നും മിത്രയും പരസ്പരം കുറെ ഫണ്ണായി സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് നായും ഫാദറും അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ മിത്ര ആണ്ട് വേയുടെ കൂടെ നിക്കിനെ റീനയും പ്രിന്നെ കാണിക്കാൻ കൊണ്ടുവരുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് പ്രിന്റെ ഫാദർ കാണുന്നുണ്ട്. തൻ്റെ ഫുൾ ഫാമിലിയും ഇതുപോലെ ഹാപ്പിയായി കാണുമ്പോൾ അദ്ദേഹവും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമാകുമ്പോഴാ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നതെന്ന് ആളുകൾ പറയാറില്ലേ? അതാണ് ഇപ്പോൾ പ്രിന്റെ ഫാദറിന്റെ അവസ്ഥ. ഈ സീനിൽ പ്രിന്റെ ഫാദർ മദറിനെ കാണാൻ വരുന്നു. എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസിന്റെ പേരെന്താ? അവർ ഒരുപാട് ക്യൂട്ടാണെന്ന് ഫാദർ പറയുമ്പോൾ നിക്ക് ആൻഡ് റീന, നിങ്ങൾ സത്യത്തിൽ ഇപ്പോഴും പ്രിന്നെ സ്വന്തം മകനായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവനെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് മാത്രമേ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞ് മദർ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിന്റെ ഫാദർ മിത്രയുടെ വീട്ടിലേക്ക് വരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് മിത്രയുടെ ഫാദർ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നിന്നേക്കാളും മുന്നിലെത്തുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാകുന്ന, അതിനുവേണ്ടി നിന്നേക്കാളും മുന്നിലെത്താൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്നിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം വൈഫിനെയും മകനെയും ആരും അറിയാതെ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. ഒരു ഫാദർ എന്ന നിലയിൽ ഞാൻ പ്രിന്നെ വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടേക്ക് വന്നത് നിന്നോട് ക്ഷമ ചോദിക്കാനാ. നിന്നോടും നിന്റെ ഫാദറിനോടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഐ ആം റിയലി സോറി. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രിന്റെ ഡാഡ് പറയുന്നു. നിനക്ക് എന്താ വേണ്ടേ? ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മിത്രയുടെ ഡാഡ് ചോദിക്കുമ്പോൾ എനിക്ക് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ പേരിൽ നീ പ്രിന്നെ വെറുക്കരുത്. അവനൊരു നല്ല പയ്യനാ, നിന്റെ മകളെ നന്നായി നോക്കും. ഒരു ഫാദർ എന്ന നിലയിൽ ഞാൻ പ്രിന്നു വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ എന്നെ ഡാഡിനെ വിളിക്കാൻ പോലും ഞാൻ അവനെ സമ്മതിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് പ്രിന്നു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡാഡ് പറയുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് പ്രിന്നും മിത്രയും കാണുന്നുണ്ടായിരുന്നു. പ്രിൻ ഒരുപാട് ഇമോഷണലാകുന്നു. പ്രിന്റെ ഡാഡ് മിത്രയുടെ ഡാഡിന്റെ മുന്നിൽ നീൽ ഡൗൺ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ചെയ്താൽ നീ എന്നോട് ക്ഷമിച്ച് എൻ്റെ മകനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെ ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം നീൽ ഡൗൺ ചെയ്ത് മിത്രയുടെ ഡാഡിനോട് സോറി പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പ്രിൻ ഒരുപാട് ഇമോഷണലാകുന്നു.
പ്ലീസ് നീ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകാൻ മിത്രയുടെ ഡാഡ് പറയുന്നു. പ്രിൻ്റെ ഡാഡാകട്ടെ ഒരുപാട് കരയുന്നുണ്ട്. മിത്ര പ്രിന്നെ കൺസോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സീനിൽ മിത്രയും പ്രിന്നും മിത്രയുടെ ഡാഡിനോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പ്രിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡാഡാകട്ടെ ഒന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ രണ്ടുപേരും ഡാഡിൻ്റെ മുന്നിലിരുന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫാദറിൻ്റെ സണ്ണല്ലായിരുന്നെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താങ്കൾ തയ്യാറല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ഡാഡിൻ്റെ സർനെയിം എൻ്റെ പേരിൽ നിന്ന് മാറ്റി താങ്കളുടെ സർനെയിം ആഡ് ചെയ്യാമെന്ന് പ്രിൻ പറയുന്നു. ഇത് കേട്ട മിത്രയും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുപാട് ഷോക്കാകുന്നു. പക്ഷെ ഡാഡാകട്ടെ ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മിത്രയുടെ ഡാഡ് അപ്പോഴും തയ്യാറല്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ പ്രിന്നും മിത്രയും വെളിയിലേക്ക് വരുന്നു. മിത്ര ഒരുപാട് സാഡായിരുന്നു. നീ എന്തിനാ കരയുന്നതെന്ന് പ്രിൻ ചോദിക്കുമ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഡാഡ് കേൾക്കാൻ തയ്യാറല്ല. നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് മിത്ര പറയുന്നു. നീ ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ ആലോചിച്ച് സാഡാകാതെ എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്ന് പ്രിൻ പറയുന്നു.